പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഇന്ന കറി തന്നെ മാച്ചാവൊന്നുമില്ല. അപ്പോൾ ഏത് കറി ഉണ്ടെങ്കിലും നമുക്ക് ഈ പത്തിരിയും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സാധാ അരിപ്പൊടി, ഞങ്ങളുടെ മില്ലിലൊക്കെ പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് പൊടിപ്പിക്കുന്ന ഒരു പൊടിയാണിത്. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് ഇതിങ്ങനെ ഭയങ്കര കട്ടയായി പോകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ മതി നല്ലോണം. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ആക്കുകയാണ്. എന്നിട്ട് ഒരു തരിതരിയില്ലാതെ നല്ല പൊടിയായിട്ട് തന്നെ ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമായി പോയാൽ ഭയങ്കര ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് എത്രയാണോ ആവശ്യമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഒരു പാട്ടയിൽ ഇവിടെ വെള്ളം കൊണ്ടുവച്ചതാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് ഒഴിക്കുന്നതാണ്. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ കുഴഞ്ഞ് നമ്മുടെ ഉരുട്ടാനുള്ള പാകത്തിനാവുമ്പോഴത്തേക്കിനും വെള്ളം നിർത്തുക. എന്നിട്ട് നല്ലോണം ഉരുട്ടി വെക്കുക. ശേഷം ഒരു കല്ലടുപ്പത്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ പത്തിരി ഇടുന്ന കല്ലാണിത്. അപ്പോൾ ഇത് നല്ലതായി ചൂടായിട്ട് വരുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ പത്തിരിൻ്റെ മാവ് അതിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ ആദ്യം ഇങ്ങനെ കുറച്ച് തടവി കൊടുക്കുന്നത്. ശേഷം നമ്മളിങ്ങനെ ബോൾസ് ആക്കി വെച്ചാൽ പെട്ടെന്ന് കഴിയും. അതിന് ശേഷം ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് വേഗം കുറച്ച് പെട്ടെന്ന് ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം വേവുകയും ചെയ്യും. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴക്കുന്നത്. എന്നിട്ട് ഞങ്ങളിതിലൊരു 12 എണ്ണമെങ്കിലും ചുടാറുണ്ട്. ശേഷം ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ ആക്കി കൊടുക്കുക. എന്നിട്ടിത് കുറച്ചാകുമ്പോഴത്തേക്കിന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഒക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇനി അപ്പുറത്തെ സൈഡിൽ കൂടി വെന്താൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതൊരു ചൂടുപാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ തന്നെ കഴിക്കാം. പിന്നെ ഇത് നല്ല ഞെരിച്ചൊക്കെ ചൂടുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ടായിരിക്കും. ഡപ്പാട് തന്നെ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ മൂത്തമ്മക്ക് അങ്ങനെയാണ്. നല്ല ഞെരിച്ച് ചൂടും. അപ്പോൾ അതിൻ്റെ കൂടെ കറീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ചൂടാറ്. കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പാകത്തിന്.